ഒരമൽ സ്വഹിയാവണമെങ്കിൽ അതിന് കൂലി ലഭിക്കണമെങ്കിൽ നിയ്യത്തുണ്ടായിരിക്കണം. അവിടെ സിഹത്ത് എന്നുള്ളതിനൊരു വിശദീകരണം ഉണ്ട്. പൊതുവേ പറയുമ്പോൾ എല്ലാ അമലിനും നിയ്യത്ത് വേണമെന്നേ ഉള്ളൂ. പക്ഷെ നിയ്യത്തില്ലാതെ സ്വഹിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. കച്ചവടം നിയ്യത്ത് വേണമെന്നൊന്നുമില്ല. നിക്കാഹ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, ത്വലാഖ് സ്വഹിയാവാൻ നിയ്യത്ത് വേണ്ട, കൂലി കിട്ടാൻ നിയ്യത്ത് വേണം. എന്നാൽ ഈ ഇരിക്കണയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് 99% ആൾക്കാരും പെണ്ണിട്ടവരാണ്. നമ്മളെന്താ നിയ്യത്ത് വെച്ചിരുന്നത്? ഇല്ലെങ്കിൽ പുതിയ തലമുറയെങ്കിലും ഒന്ന് നിയ്യത്ത് വെക്കട്ടെ, അതിന് ഓലൊക്കെ നമ്മളൊന്ന് പഠിപ്പിച്ചൂടെ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ഇനിയിപ്പോ എന്താ കാട്ട് പഠിച്ചോനേന്ന്. അതിനിപ്പോ നമ്മൾ ബിസ്മി മറന്ന മാതിരത്തൊരു പണിയുള്ളൂ. ബിസ്മി മറന്നാ എന്താ ഇട്ടുക? ഒരു കയ്യിൽ ചോറും കൂടി ഇട്ടുങ്ങാണ്ട് ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു എന്ന് എല്ലിങ്ങാണ്ട് തിന്നുക എന്നുള്ളതാണ് അതിന്റെ പരിഹാര മാർഗം. അപ്പൊ ഇനിയിപ്പോ എന്താ കാട്ടാന്ന് ചോദിച്ചാൽ ഇനിയിപ്പണ് നെയ്യത്ത് വെക്ക തന്നെ പഠിച്ചോനെ. ഞാനിപ്പോ അന്ന് പെണ്ണിട്ടപ്പോ ഈ സാലിം വയസ്സിലെ വയതോട്ട് കേട്ടതുമില്ല. അത് പഠിച്ചോനെ നിന്റെ റിളാഇന് വേണ്ടി ഇബാദത്ത് എന്ന നിലയിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി തന്നെയാണ് എന്ന് ഇപ്പണ് കരുതുക എന്നുള്ളത് ഇനിയിപ്പോൾ അതിന് പരിഹാര മാർഗമുള്ളൂ. പക്ഷെ നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കാലോ. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും. കുടുംബജീവിതം ഇങ്ങനെ കൊളായതിന്റെ പിന്നിൽ അതിന്റെ ലക്ഷ്യം തെറ്റിയത് പ്രധാനമാണ്. നീയത്ത് തെറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് നീയത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് നീയത്ത് പഠിപ്പിക്കണം. വൈവാഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതേസമയത്ത് ഇന്ന് വിവാഹിതരാകുന്ന ഭാര്യ ഭർത്താക്കന്മാർ കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ഞമ്മക്കൊരു 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടട്ടോ എന്ന തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. കുട്ടികളില്ലാത്തതിന്റെ എണ്ണം കൂടുന്നതിന് പല കാരണമുണ്ട്. ഒരു കാരണം കുട്ടികൾ വേണ്ട എന്ന് പണ്ട് തീരുമാനമെടുത്തു എന്നതാണ്. കുട്ടികൾ വേണ്ട എന്ന് തീരുമാനമെടുത്താൽ കുട്ടികൾ ഉണ്ടാകുന്നതിന് അനുകൂലമായ ഹോർമോണുകൾ നിർവീര്യമാവും. ഹോർമോണുകൾ ചിന്തക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങളോട്. നല്ല ഒരു നമ്മളെ ഇതുണ്ടല്ലോ മരപ്പുളി എന്ന് പറഞ്ഞാൽ വാളംപുളി, പച്ച വാളംപുളി കണ്ടിട്ടില്ല എല്ലാവരും? ഇങ്ങനെ വളഞ്ഞ പുളിമരത്തം ഉണ്ടാകണേ നല്ല ഒരു പച്ച വാളംപുളി എല്ലാവരും എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരു 1/4 സ്പൂൺ ഉപ്പും ദേശം മുളകും പൊടി ഇട്ടിട്ട് അതിലൊന്നിങ്ങനെ ഒരതിയിട്ടാവുന്നിങ്ങനെ കടിച്ചു നോക്കാണ്. തൊള്ളയിൽ കൂടി ഒരു സാധനം വന്നില്ലേ, അതിന്റെ പേരാണ് ഹോർമോൺ. ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ ഉണ്ടാവും. ഇത് നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കി. ചിന്തക്കനുസരിച്ച് ഹോർമോൺ നിർവീര്യമാവും. കുട്ടികളുണ്ടാകാത്തതിന് ഒരുപാട് കാരണമുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ തൽക്കാലം നമുക്കൊരു 5 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ്. പുതിയ തലമുറയെങ്കിലും അങ്ങനെ തീരുമാനിക്കാതിരിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് കുടുംബജീവിതം എന്താണ്, ലൈംഗിക ജീവിതം എന്താണ് അതിന്റെ ഉദ്ദേശങ്ങൾ, എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് നമ്മൾ പുതിയ തലമുറയെ പഠിപ്പിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ പഠിപ്പിക്കണം. ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട തന്നെയാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചിരിക്കണം. കാരണം പെൺകുട്ടികളാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ശൈത്താന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്തോണ്ട് എന്ന് പറഞ്ഞതാണ്. ശൈത്താന് പല പരിപാടി ഉണ്ട് എന്നാണ്. തൽബീസ് ബിലീസിൽ ഇബ്നുൽ ജൗസി പറയുന്നുണ്ട്, പിശാചിന്റെ സിംഹാസനം ബഹറിലാണ്, കടലിലാണ്. അതൊരു ഹദീസുമാണ്. പിശാചിന്റെ സിംഹാസനം കരയിലല്ല, പിശാചിന്റെ സിംഹാസനം ബഹറിലാണുള്ളത്, കടലിലാണുള്ളത്. കടലിൽ ഇരുന്നു കൊണ്ട് ലോകത്താകമാനം തൻ്റെ സിങ്കിടികളെ പറഞ്ഞയച്ച് നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിശാച് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ പിശാച് അവന്റെ അനുയായികളുടെ പ്രധാനപ്പെട്ട അനുയായി ശൈത്താൻ്റെത് മക്കൾ തന്നെയാണ്. പ്രധാനപ്പെട്ട അനുയായി എന്നുള്ളത് മക്കൾ തന്നെ കാര്യം. മക്കളുടെ യോഗം വിളിക്കുന്നതാണ് എന്നും രാത്രിയിൽ. അങ്ങനെ മൂത്ത മകനോട്, അത് കുറച്ച് രസകരമായി പറയട്ടോ, മൂത്ത മകനോട് ചോദിക്കും, മോനെ ചെറുക്ക ഇജിന്ന് രാവിലെ എവിടേക്ക് പോയിന്ന് ചോദിക്കും. അപ്പൊ മൂത്ത മകൻ പറയും, ഞാനിപ്പോ ആ വെട്ടിച്ചെറന്ന് ഒരു ചങ്ങായി ഉംറക്ക് പോയിരുന്നു. അപ്പൊ ഞാൻ രാവിലെ ചെന്ന് ഓൻ്റെ ഒപ്പം കൂടി. അങ്ങനെ ഓൻ്റെ യാത്രയപ്പ് പറയലിലും ഓനെ കാണാൻ വരുന്ന ആൾക്കാരെ നേരാക്കണയിലൊക്കെ അങ്ങനെ ഇടപെട്ട് അങ്ങനെ ഏതായാലും ഞാൻ ഓൻ്റെ ഒപ്പം എയർപോർട്ട് വരെയാണ് പോയി. എയർപോർട്ടിലെത്തി ഫ്ലൈറ്റ് കയറിയപ്പോത്തിന് ഏതായാലും ഓൻ്റെ ഉംറ ഫസാദാക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇഞ്ഞോ ഉംറ കഴിഞ്ഞിങ്ങോട്ട് എത്തേണ്ട ആവശ്യമുള്ളൂ. സംഗതി നാട്ടിലേക്ക് ഓൻ അപ്പം തന്നെ ഒരിച്ചു കൊടുക്കുന്ന കോലത്തിൽ സംഗതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ
വാപ്പ പറയും മകനോട്, ചെറുക്ക അതുകൊണ്ടൊന്നും കാര്യമില്ല, ഉംറക്കൊക്കെ പോയിക്കോട്ടെ, പോയി വന്നോട്ടെ എന്ന് പറയുന്നതാണ്. കാരണം ഉംറ സുയിപ്പാക്കലൊന്നും ശൈത്താൻ അത്ര വലിയൊരു കാര്യമല്ല. അത് ശൈത്താൻ സുയിപ്പാക്കാതെ തന്നെ ആയിക്കോളും എന്നുള്ളതാണ് കാരണം. ശൈത്താൻ ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ടോണ ഇബാദത്ത് ഹജ്ജാണെന്ന് പറയലുണ്ട്. കാരണം ഹജ്ജിന്റെ നിയ്യത്ത് ശരിയാക്കാൻ ഏകദേശം 3 മാസം ഉണ്ടാവും. എന്താ കാരണം? നിയ്യത്ത് ഏറ്റവും കൂടുതൽ ഫസാദാകുന്നത് ഹജ്ജിലായതുകൊണ്ടാണ് 3 മാസം തന്നത്. നോമ്പിന് 12 മണിക്കൂർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ നോമ്പാണ്. നിസ്കാരത്തിന് അത്ര തന്നെ ഇല്ല, നിന്നതിന്റെ ശേഷം ശരിയാക്കിയാൽ മതി. എന്താ കാരണം? നിയ്യത്ത് കേടുവരുന്ന പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ് എന്നുള്ളതാണ്. അപേക്ഷ കൊടുത്തത് കല്യാണ നിശ്ചയത്തിൽ നിന്ന് കണ്ടപ്പോൾ ആൾക്കാര് ആചാര്യെന്ന് വിളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ വന്ന് പോയില്ലെങ്കിൽ എന്താപ്പം ഉണ്ടാകുക എന്ന് വിചാരിച്ച അപേക്ഷ കൊടുത്തതാണെങ്കിലും നറുക്കെടുപ്പിലൊക്കെ കിട്ടി പോകാനാവുമ്പോത്തിന് ഏതായാലും പഠിച്ചോനെ ഞാൻ പോവുകയാണ് റബ്ബേ, അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോണതെന്ന് തീരുമാനം ഉണ്ടായാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി 3 മാസം. ഷാബാന് ഇങ്ങനെ അവസാനത്തേക്ക് എത്തുമ്പോൾ നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ, നാളെ മാസം കാണരുതേ എന്നാണ് വിചാരിച്ചിരുന്നത്. അസറസ്കാരൊക്കെ കഴിഞ്ഞേക്കിന് ചില ആൾക്കാർ ചോദിക്കും, ഉസ്താദേ മാസം കണ്ടോ? ഇയാളെ വിചാരം അസറിൻ്റെ ശേഷം മാസം കാണുമെന്ന് ചിലർ ചോദിക്കലുണ്ട്. അങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ ചിലർക്ക് നോൽമ്പെടുക്കാനുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിരിക്കാം. എന്തായാലും മാസം കാണരുതേ, മാസം കാണരുതേ, മാസം കാണരുതേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ മാരിനമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്കിനുണ്ട് പള്ളിക്കുന്ന അല്ലാഹുമ്മർഹംനീ പറ്റിച്ചല്ല റബ്ബേ എന്ന് തോന്നിയാലും 12 മണിക്കൂർ സുബ്ഹി വരെയുള്ള സമയം അതിൻ്റെ ഇടയിൽ നേരാക്കിയാൽ മതി. ഇപ്പം ഏതായാലും നോൽക്കുകയാണ് പഠിച്ചോനെ അനക്ക് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് തീരുമാനിച്ചാൽ മതി. ഇതേപോലെ വേഗത്തിൽ കേടുവരുന്ന ഈ ഭാഗത്താണ് ഹജ്ജ്. 20 കൊല്ലം മുമ്പ് ഹജ്ജിന് പോയി വന്ന ആളെടുത്ത് നിങ്ങളൊന്ന് ചെന്നിട്ട് 2 വർത്താനം പറഞ്ഞാൽ 3-ാമത്തെ വർത്താനം അബൂജഹലിന്റെ കക്കൂസിനെ പറ്റിയിട്ടേക്കാരം പറഞ്ഞാണ്ട് തുമ്പില്ലാതാക്കി തന്നെ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് വലിയ ശൈത്താൻ ഇബ്ലീസ് പറയും, അയിമൊന്നും അല്ലാതെ മെനക്കെടണ്ട, വേറെ എന്തേലും നാളെ കുറച്ചുകൂടി നല്ല എന്തേലും ചെയ്യുകൊണ്ട് പറയും. 2-ാമത്തെ മകനോട് ചോദിക്കും, ചെറുക്ക ഇജിന്ന് എവിടേക്കേ പോയിന്ന് ചോദിക്കും. അപ്പൊ 2-ാമത്തെ മോൻ പറയും, ഞാൻ ആ കൊളത്തൂരുള്ള സാലിം പൈസി എന്ന് പറഞ്ഞ ഒരാള് ഇന്നാ വെട്ടിച്ചിറ പള്ളിയിൽ ഞമ്മളെ പറ്റിയിട്ടായിരുന്നു മൂപ്പര വയറില്. മൂപ്പര ഞാൻ രാവിലെ തന്നെ ഒപ്പം കൂടിയിട്ട് സ്വീപ്പാക്കി എന്ന് പറയുമ്പോൾ ശൈത്താൻ പറയത്തരേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഓനവിടെ പറഞ്ഞോട്ടെ നമ്മളെ പറ്റിയിട്ട്. കാരണം ശൈത്താന്റെ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ് എന്നുള്ളതാണ്. ലോകത്ത് ആർക്കും കുറ്റം പറഞ്ഞത് ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസിന് മാത്രം കുറ്റം പറഞ്ഞത് ഇഷ്ടമാണ്. കുറ്റം ഇങ്ങനെ പറയുമ്പോൾ പറടാ എന്നെ പറ്റിയിട്ടല്ല, അങ്ങനെ പറയും, കുറച്ചുകൂടി മാറ്റർ വേണമെങ്കിൽ ഞാൻ തരാം കൂടിയും കൂട്ടി പറഞ്ഞു എന്ന് പറയുന്നുള്ളതാണ്. 3-ാമത്തോനോട് ചോദിക്കും, ചെറുക്ക ഇജ്ജെന്ന് എവിടേക്കാ പോയിന്ന്. അപ്പൊ 3-ാമത്തോൻ പറയും, പാപ്പ ഞാൻ നല്ല നിലക്ക് ജീവിക്കണ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. രാവിലെ ഓലെടുത്താണ്ട് ചെന്നിട്ട് ഓലോട് ഇങ്ങനെ കുസുകുസു പറഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു 3ഉം പിരിച്ചിങ്ങാണ്ട് പെരേക്കാണ് കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ കസാലേന്ന് ഇവിടെ നീച്ചിട്ട് കയ്യൊടുത്തിട്ട് വാപ്പ പറയുന്നതാണ്, ബാപ്പാന്റെ മക്കളാവുമ്പോ അങ്ങനെ വേണമെന്ന്. ശൈത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കുടുംബം കൊളന്നോണ്ടലാണ്. കുടുംബം കുളം തോണ്ടാൻ വേണ്ടി ശൈത്താൻ സജീവമായി പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. കുടുംബം പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് വാപ്പ മുതലല്ല, വല്ലിപ്പ മുതലാണ്. എന്തേ മാത്തുക്കളുടെ ഒക്കെ പേര് വല്ലിപ്പാരിലേക്ക് ചേർത്തത്? ഷാഫി ഇമാമിന്റെ പേര് ഷാഫി എന്നല്ലല്ലോ, ഷാഫി ഇമാമിന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഷാഫി ഇമാമിന്റെ വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ഷാഫി പിന്നാര വല്ലിപ്പേണ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്നാണ്. മഹത്തുക്കളൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തിട്ടുണ്ട്. ബുഖാരി ഇമാമിന്റെ പേര് ബുഖാരി എന്നല്ലല്ലോ, മുഹമ്മദ് എന്നാണ്. വാപ്പാന്റെ പേര് ഇസ്മായിൽ എന്നാണ്, മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി എന്നാണ്. എന്തേ ഓലൊക്കെ വല്ലിപ്പാരിലേക്ക് ചേർത്തത്? വല്ലിപ്പ മുതൽ പരിശ്രമം തുടങ്ങും ഒരു കുടുംബം കുളം തോങ്ങാൻ വേണ്ടി പിശാച് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കുട്ടികൾ നന്നാവാൻ വല്ലിപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്, വാപ്പ മുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. ആ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത്.
അതുകൊണ്ട് മക്കൾ നന്നായി തീരുക എന്നത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാവണമെങ്കിൽ നമ്മൾ ചില അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അങ്ങനെ ആ പുതിയ തലമുറ ആ കാര്യങ്ങളൊക്കെ പഠിച്ച് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളത്തെ തലമുറ പരിശുദ്ധമായ ദീനിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീമാരിറ്റൽ കോഴ്സ്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പറയണ്ടായി, പ്രീമാരിറ്റൽ മാത്രം പോരാ, പോസ്റ്റ് മാരിറ്റൽ പിന്നീട് നടത്തണം. ഇത് വിജയകരമായി നടത്തട്ടെ. അങ്ങനെ എത്ര രക്ഷിതാക്കൾ അതിന് ആളെ പറഞ്ഞേക്കുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ കുട്ടികളിപ്പോൾ ഇതിനെന്തായാലും വരാൻ താല്പര്യപ്പെടില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടോ, കല്യാണം കഴിക്കേണ്ടത് ശരിക്കും പ്രേമിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ പ്രേമിച്ചാൽ പിന്നെ ഗുണം ദോഷമൊന്നും മനസ്സിലാവില്ല. സ്നേഹമുള്ളവന്റെ ഏത് പ്രവർത്തനവും സന്തോഷകരമായിട്ടേ തോന്നുള്ളൂ, ദുഃഖകരമായി തോന്നൂല. ഒരു വിഷയത്തിന്റെ യാഥാസ്ഥിതി മനസ്സിലാവണമെങ്കിൽ മറ്റൊരാൾ കണ്ട് അന്വേഷിച്ച് ഓക്കെ ആക്കിയതിന് ശേഷം പോയി കാണുമ്പോഴേ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുള്ളൂ. ഇന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയത്ത് വിവാഹാലോചന നടത്തേണ്ടത് സ്വന്തമായിട്ടല്ല, ശരിക്ക് മാതാപിതാക്കളാണ്. അതുകൊണ്ട് കല്യാണം നടത്തേണ്ടത് പ്രേമിച്ചിട്ടല്ല. ഇന്നിപ്പോ രക്ഷിതാക്കളെ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്ന ആളുകള് പ്രേമിക്കപ്പെടുന്ന പെൺകുട്ടികളോട് സുന്നത്ത് നോമ്പ് നോൽക്കാൻ വരെ ഉപദേശിക്കുന്ന കാലാണ് ഇപ്പൊ ഇന്ന്. ഹത്തം തീർക്കാൻ പറയാ, സലാത്തിൽ ദ്വാരക്കാൻ പറയാ, ഇതൊക്കെയാണ് പുതിയ പ്രേമത്തിന്റെ പരിപാടികൾ. അതുകൊണ്ട് പെൺകുട്ടി ഇപ്പൊ തഹജ്ജുദൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ഓനായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമാണ്. അതുകൊണ്ടാണ് കെട്ടിച്ചു കൊടുക്കാന്ന് വാപ്പാര് തീരുമാനിക്കരുത്. കാരണം പ്രണയവിവാഹം പരാജയപ്പെടും എന്നതിന് 99.55% ഉറപ്പാണ്. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട പ്രണയങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാൻ നിങ്ങൾ, അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യമല്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു ചരിത്രമുള്ള ലൈല മജ്നുവിന്റെ ചരിത്രം. കൈസി എന്ന് പറയുന്ന ഒരാൾ ലൈലയെ സ്നേഹിച്ചു. അങ്ങനെ അവസാനം ലൈല മരണപ്പെട്ടപ്പോൾ ഖബറുകൾ ചെന്ന് പൊട്ടിക്കരഞ്ഞു. അവിടെ വെച്ച് തൽക്ഷണം മരണപ്പെട്ടു, അവിടെ തന്നെ മറവ് ചെയ്തു എന്നാണ്. അള്ളാന്റെ ദുന്യാവിലെ എവിടെ തെരഞ്ഞാലും ഈ ലൈലാന്റെയും കൈസിന്റെയും ഖബർ കാണൂല. കാരണം ഈ ജീവിതത്തിന്റെ പശ്ചാത്തലം പറയുന്നത് അറബ് നാടാണ്, സൗദി അറേബ്യയാണ്. നമ്മൾ നെറ്റിലടിച്ചാൽ ഒരു ലൈലന്റെയും കൈസിന്റെയും ഖബർ കിട്ടും. അതിവിടെ ഹരിയാനയിലാണ്. വെറുതെ പേരിട്ടതാണ്. സത്യത്തിൽ ലൈല എന്ന് പേരായിട്ടും കൈസി എന്ന് പേരായിട്ടും ഒരാള് ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതൊരു അറബി ക്ലാസിക്കൽ നോവലാണ്. എന്ന് പറഞ്ഞാല് അറബിക് ക്ലാസിക് നോവൽ പറഞ്ഞാലേ ചില ആൾക്കാർ പറയലുണ്ടല്ലോ, ഞങ്ങളുടെ നാട്ടിൽ പള്ളിൻ്റെ അടുത്ത് ഒരു ഹൈദർമാങ്ങാക്ക് കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ അസർസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു മധുരമില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു പൊടിയില്ലാത്ത ചായ വേണം. അപ്പോൾ വേറൊരാൾ എനിക്കൊരു ലൈറ്റ് ചായ, അപ്പോൾ ഒരാൾ സ്ട്രോങ് ചായ എന്ന് പറയുമ്പോൾ ഹൈദർമാങ്ങാക്ക പറഞ്ഞു ഈ സെഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചായ വരും, അതാണ്ട് തരാം എന്ന് പറഞ്ഞു. ഇതെല്ലാവരും പറഞ്ഞൊരു കഥയാണ്. എല്ലാവരും അവനാൻ്റെ നാട്ടിലുണ്ടായി എന്നാണ് പറയാം. സത്യത്തിൽ ഇത് എവിടെ ഉണ്ടായത്? ഇത് എവിടെയും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ഈ സംഗതി എവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവരും അവനാൻ്റെ നാട്ടിൽ ചേർത്ത് കണ്ട് അങ്ങനെ പറഞ്ഞൊരു കഥയാണ്. ഇങ്ങനെയുള്ള കഥകൾക്കാണ് ക്ലാസിക്കൽ നോവലുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ നോവലാണ് യഥാർത്ഥത്തിൽ ആ കഥ എന്ന് പറഞ്ഞത്. അതൊക്കെ വായിച്ചുകാണ്ടും കേട്ടുകാണ്ടും കുട്ടികൾക്ക് തോന്നാണ് ലൈലാന്റെയും കൈസിന്റെയും മാതിരി ആവണം എന്ന്. ഇതാണ് സംഭവം. അപ്പൊ അതുകൊണ്ട് അവരെങ്ങനത്തെ കഥകൾ വായിക്കുന്നു, കേൾക്കുന്നു, അതെല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശക്തമായ ബോധവൽക്കരണങ്ങൾ നടത്തേണ്ടതുണ്ട്. ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടികൾക്കും വേണം. നമ്മളെ കുട്ടികൾ പരാജയപ്പെടുന്നത് നമ്മളല്ലാതെ വേറെ ആരാ നോക്കുക? അതുകൊണ്ട് ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടിയും പറയട്ടെ. ഈ പ്രണയവിവാഹങ്ങൾ നടക്കുന്നതിനൊരു കാരണമുണ്ട്. തുടക്കത്തിന് നമ്മളിങ്ങനെ പറയും കുറച്ചൊക്കെ ഇങ്ങോട്ട് യോജിച്ച് വരികയാണെങ്കിൽ നടത്തി കൊടുക്കായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഓല മനസ്സ് പറയും അപ്പൊ കുറച്ചൊക്കെ യോജിപ്പില്ലാത്തതാണ് പ്രശ്നമില്ല, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. അതായത് നമ്മൾ പറയും കുടുംബം കൊണ്ടൊക്കെ ആണെങ്കിലൊക്കെയാണ് നടത്തായിരുന്നു എന്ന് പറയുമ്പോ കുട്ടികളെ മനസ്സെന്താ പറയാ, കുടുംബം കൊണ്ടൊക്കാത്തതാണ് അപ്പൊ കുഴപ്പം, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ, അതെനിക്ക് കുഴപ്പമില്ല, എന്നാ പിന്നെ നടത്തിക്കാളി എന്ന് പറയും. പിന്നെന്താ പറയേണ്ടത്? ഹറാമിൽ തുടങ്ങിയത് നരകത്തിലല്ലാതെ അവസാനിക്കുകയില്ല എന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് നടത്തി തരൂല എന്ന് ഏതെങ്കിലും ഒരു വാപ്പ പറയാൻ തയ്യാറുണ്ടെങ്കിൽ അവിടെ നിൽക്കുക പരിപാടി.
നമ്മളത് പറയാൻ തയ്യാറില്ലാത്തതാണ് പ്രശ്നമായത്. എന്താ അങ്ങനെ പറയേണ്ട ആവശ്യം? പ്രണയവിവാഹം പരാജയപ്പെടും. പ്രണയവിവാഹം ഒരുപാട് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കും, ഇനിയിപ്പോൾ കെട്ടിയവരെന്താ കാട്ടുകയെന്ന്. അതിൻ്റെ മറുപടി അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് എന്നുള്ളതാണ് മറുപടി. എല്ലാം ചോദ്യം പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റിയതല്ലല്ലോ. അപ്പം അത് സ്വകാര്യത്തിൽ ചോദിക്കേണ്ട മറുപടി ചോദ്യമാണ് ആ ചോദ്യം എന്നതാണ് അതിൻ്റെ മറുപടി. അപ്പം ഞാൻ അവസാനിപ്പിക്കാം. അപ്പം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, പുതിയ തലമുറ വൈവാഹിക ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്താണ് എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പിറകോട്ട് പോയിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. വായനകൾ, കേൾവികൾ, സീരിയലുകൾ, അഭിനയങ്ങൾ, സിനിമകൾ, പാട്ടുകൾ, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ അതിന് വന്നിട്ടുണ്ട്. കോടാനക്കോടി മനുഷ്യന്മാർ ഭൂമിയിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കോടിക്കണക്കിന് മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2% വരുന്ന അസ്വസ്ഥതകളെ പർവ്വതീകരിച്ച് കുട്ടികളെ ബോധ്യപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണെന്നാണ് പഠിപ്പിക്കണത്. സത്യത്തിൽ പുതിയ തലമുറക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായതല്ല. സമ്പത്ത് കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്, സാംസ്കാരികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്, സൗകര്യങ്ങളെ കൊണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പഴയ തലമുറ കഞ്ഞിയിൽ വറ്റ് തെരഞ്ഞിരുന്നവരാണ്. ഞമ്മക്കെന്ന് ആർക്കും ചോറിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ്. അതിൻ്റെ മാറ്റം എല്ലാത്തിലും ഉണ്ടാവും. അത് കുടുംബജീവിതം ഉണ്ടായിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ കുടുംബജീവിതം ഇല്ലാത്തതുകൊണ്ട് മാറിയതോ പണ്ട് കുടുംബജീവിതം ഉണ്ടായതുകൊണ്ട് അടങ്ങാറായതോ അല്ല. അപ്പൊ പഴയകാലത്ത് അങ്ങനെയായിരുന്നു, പുതിയ കാലത്ത് ഇങ്ങനെയാണ്. അതിനാൽ ആ പഴയ കാലം ആവർത്തിക്കാൻ പാടില്ല. പഴയതെല്ലാം കുടുംബബന്ധം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് കുടുംബം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഫിലോസഫികൾ ഓതി 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 കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കോഴ്സിൽ കീശയിലുള്ള പൈസ കൊടുത്തിട്ട് നമ്മളെ കുട്ടികളെ നമ്മളും ചേർത്ത് കൊണ്ടിരിക്കുന്ന കാലത്ത് ഇഞ്ഞെന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇതൊക്കെ തന്നെയാണ്. ഒഴിവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് കഴിവുള്ള ആളുകളെ കൊടുന്ന് ക്ലാസ് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇബാദത്തുകളോട്, ഇസ്ലാമിക കാഴ്ചപ്പാടുകളോട്, മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിക വിശ്വാസങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാക്കുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമും സ്ത്രീകളും. പറഞ്ഞു കേട്ടാൽ തോന്നും ഇസ്ലാമിലെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് പ്രത്യേക നിയമമാണ് എന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അനന്തരാവകാശമൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീക്കും പുരുഷനും അവകാശം ലഭിക്കുന്ന 40-ൽ അധികം സ്ഥലങ്ങൾ ഇസ്ലാമിക ദായക്രമത്തിലുണ്ട്. ഇസ്ലാമിലെ അനന്തരാവകാശ നിയമത്തിൽ 40-ലധികം സ്ഥലങ്ങളിൽ 3 കോടി മസ്അലകളാണ് ഇസ്ലാമിലെ അനന്തരാവകാശത്തിന്റെ മസ്അല എന്ന് പറയുന്നത്. 1-2 കാര്യമല്ല. അത് നമ്മൾ അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ അനന്തരാവകാശ നിയമങ്ങളുടെ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. 3 കോടിയിലധികം ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം. 1-2 കാര്യമല്ല. അതിൽ സ്ത്രീയും പുരുഷനും സ്വത്ത് ഭാഗിച്ചെടുക്കുന്ന 40-ലധികം സ്ഥലങ്ങൾ വരും. അതിൽ ഒരു സ്ഥലത്ത് പുരുഷന്റെ പകുതിയാണ് സ്ത്രീക്കുള്ളത്. ഇതാണ് ഇപ്പൊ ഈ വലുതാക്കിയ സാധനം. ഇത് ഇങ്ങനെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അതെന്തേ? അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട് എന്നതാണ്. ആ കാരണം കൃത്യമായി കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇസ്ലാമിലെ എല്ലാ നിയമത്തിലും സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നുമില്ല. അപൂർവമായ ചില വിഷയങ്ങൾ, ശരീഅത്തിന്റെ അഹ്കാമുകൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞ വിഷയങ്ങളിൽ, ജിനായാത്തുകൾ, ഇടപാടുകൾ പരിശോധിച്ചാൽ അതിൽ തന്നെ പലതും നിരുപാധികം നിരോധിക്കപ്പെട്ടിട്ടില്ല. ചിലത് ഉപാധികളോടുകൂടെയാണ് നിരോധിച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ നടക്കണം.